താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി സിബിഐ. കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥർ താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തി. മരിച്ച താമിർ ജിഫ്രിക്ക് ക്വാർട്ടേഴ്സിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റു എന്ന സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് സിബിഐ ശാസ്ത്രീയ പരിശോധന നടത്തിയത്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനു ശേഷമാണ് ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിനായി സിബിഐ വീണ്ടും താനൂരിലെത്തിയത്. കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഹൈദരാബാദിൽ നിന്നുള്ള 3-അംഗ സംഘമാണ് പരിശോധന നടത്തിയത്. വിശദമായ രൂപരേഖയോടെയായിരുന്നു ക്വാർട്ടേഴ്സിലെ പരിശോധന. ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. രക്തസാമ്പിളുകളും വിരലടയാളങ്ങളും ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. കേസിലെ സാക്ഷികളായ ചേളാരി സ്വദേശി മൻസൂർ, തിരൂരങ്ങാടി സ്വദേശി KT മുഹമ്മദ് എന്നിവരെയും വിളിച്ചുവരുത്തിയിരുന്നു. ക്വാർട്ടേഴ്സിൽ വെച്ച് താമിർ ജിഫ്രിക്ക് നേരിട്ട മർദ്ദനം യുവാക്കൾ സിബിഐക്ക് മുൻപിൽ വിവരിച്ചു. ആലുങ്ങലിലെ വാടകമുറിയിലും താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലും പോലീസ് സ്റ്റേഷനിലും താമിർ ജിഫ്രിക്ക് സംഭവിച്ചത് നേരിട്ട് കണ്ട യുവാക്കൾ കേസിലെ പ്രധാന സാക്ഷികളാണ്. കേസിൽ പോലീസ് വാദം വ്യാജമാണെന്ന് തെളിയിക്കുന്ന യുവാക്കളുടെ വെളിപ്പെടുത്തൽ നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും യുവാക്കളുടെ മൊഴികളായിരുന്നു വഴിത്തിരിവായത്. താമിർ ജിഫ്രിയെ പോലീസ് മർദ്ദിക്കുന്നത് നേരിട്ട് കണ്ടെന്ന് നേരത്തെ യുവാക്കൾ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയതിനു പിന്നാലെയാണ് സിബിഐ സംഘം വീണ്ടും താനൂരിലെത്തിയത്. കേസിലെ ഏറ്റവും നിർണായകമായ ശാസ്ത്രീയ തെളിവ് ശേഖരണം സിബിഐ സംഘം പൂർത്തിയാക്കുന്നതോടെ കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സിബിഐ സംഘം വൈകാതെ കടക്കുമെന്നാണ് സൂചന. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ.